കൊന്നിച്ചോ മിനസാൻ ദ ബിഗിനിങ് ഓഫ് ദി ഇന്ത്യൻ്റെ സീസൺ 6-ന്റെ എപ്പിസോഡ് 6-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇതിനു മുമ്പിട്ട് എല്ലാ വീഡിയോസും കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണാൻ പാടുള്ളൂ. അങ്ങനെ കഴിഞ്ഞ ചാപ്റ്ററിന്റെ അവസാനത്തിൽ കുറച്ച് സോൾജേഴ്സിന് മാത്രം എലിനോറിലേക്ക് അയച്ചാൽ മതിയെന്നും, പക്ഷേ ആ സമയത്ത് എലിനോറിൽ കുറച്ചധികം ആലക്രന്റെ മേച്ചസും വന്നിരുന്നു. സോ ഇനി എന്ത് സംഭവിക്കുമെന്നാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് നോക്കാൻ പോകുന്നത്. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങുന്നിടത്ത് അവൾ പറയും ചെയ്യും, അധികം സന്തോഷിക്കാനൊന്നും വരട്ട, നമുക്ക് ഒരു പോയിന്റും കൂടെ ബാക്കിയുണ്ട്. പിന്നെ കാണിക്കുന്നത് അവളുടെ മാജിക് യൂസ് ചെയ്യുന്നതാണ്. എന്നിട്ട് ഒരു സാധനം അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ത്രികോണത്തിന്റെ ഷേപ്പിലുള്ള ഒരു സംഭവം. ഇതേ സമയത്ത് മറ്റു കുറച്ച് പേര് അവരെ ഗാർഡൻ ചെയ്യുന്നുണ്ട്. എന്തായാലും 3 പോയിന്റ്സും ആരുടെ സ്റ്റേബിൾ ആയിട്ടുണ്ട്. സെർസി, നൈസ് വർക്ക്. നമുക്ക് എന്തായാലും ബാക്കിയുള്ള എൽസ് നമ്മളെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് പോകാം. അതിനുശേഷം വീണ്ടും അവളുടെ പവർ അങ്ങോട്ട് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു കാർഡിന്റെ ഉള്ളിലേക്ക് അവൾ നോക്കും. തൽക്കാലം ഈ വഴി പോകാം, ഇതാണ് ബെറ്റർ. അങ്ങനെ അവർ നേരെ മുന്നിലേക്ക് നടന്നു. സത്യം പറഞ്ഞാൽ എത്ര നേരമായിട്ടാണ് ഈ ഒരു മിഷൻ ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിയെന്ന് എനിക്കൊരു ഓർമ്മയില്ല. ഓരോ സ്ഥലത്തേക്ക് ഞങ്ങൾ പോകുന്നിടത്ത് അതീവ സൂക്ഷ്മതയോടെയാണ് ഞങ്ങൾ മുന്നിലേക്ക് നടക്കുന്നത്. ഞങ്ങൾ പലതവണ ഞങ്ങളുടെ ലോസ്റ്റ് ആയുള്ള അലൈസിനെ കണ്ടുമുട്ടി. അങ്ങനെ അവർ വീണ്ടും നടന്നു. പെട്ടെന്നാണ് ഒരുത്തി അവളെ വട്ടം കയറി പിടിച്ചത്. എന്നാൽ അവർ കാണുന്നത് ഒരു വലിയൊരു ട്രാപ്പായിരുന്നു. മൂർച്ചയേറിയ സ്പൈക്സ് വെച്ച് ക്രിയേറ്റ് ചെയ്ത ഒരു ട്രാപ്പ്. അല്ല, ഇത് പ്ലാൻ മാജിക് അല്ലേ? നീ പറഞ്ഞത് ഈ വഴി സേഫ് ആണെന്നാണ്. തൽക്കാലം നമുക്ക് ഇന്ന് ഇവിടെ കൊണ്ട് നിർത്താം. എനിക്ക് മറ്റൊരു റൂട്ട് കണ്ടെത്താനില്ലേ? സത്യം പറഞ്ഞാൽ ഈ ഫോറസ്റ്റിനുള്ളിൽ നാവിഗേറ്റ് ചെയ്യുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇവരും കൂടെ കംപ്ലൈന്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്ന ഒരു മരത്തിന് മുകളിൽ ഇരിക്കുന്നതാണ്. മേഴ്സിഫുൾ വിട്ര, ഞങ്ങളെ നോക്കിക്കോണം. അപ്പോഴേക്കും മറ്റൊരുത്തൻ പറയും ചെയ്യും, നമ്മൾ പ്രതീക്ഷത്തരം അറിയുന്നു നമുക്കിന്ന് വെക്കാൻ സാധിച്ചില്ല. അത് മാത്രമല്ല ഈ വനത്തിന്റെ ഉള്ളിലേക്കും അധികം ഈ പറയുന്ന പോലെ അറേസ് ഒന്നും ഡിക്റ്റേറ്റ് ചെയ്യാതെ ഇങ്ങനെ വെക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു ചെറിയൊരു മാനലേക്ക് ഉണ്ടെങ്കിൽ എൽസി എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിക്കും. ശരിയാണ്, സെർസി നമ്മളെ സ്ലോ ഡൗൺ ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോകായിരുന്നു. ഫെയിൻ എപ്പോഴും എന്നുള്ള ദേഷ്യമുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഒരു ചൈൽഡിനെ പോലെ. സെർസി, നീ അവനെ പറ്റി വിഷമിക്കേണ്ട. ദേ, ഇത് കഴിക്ക്, ഞാൻ നിനക്ക് വേണ്ടി മാറ്റിവെച്ചാണ്. പക്ഷേ ക്ലോയുള്ളത്രയും കാണാം എനിക്ക് ആ ഒരു പ്രശ്നമില്ല. അവളെന്നോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഇവര് മൂന്നുപേരും വർഷങ്ങളായിട്ട് ഒരുമിച്ചാണ്. പക്ഷേ ഞാനിപ്പോൾ വന്നിട്ട് കുറച്ച് ആഴ്ചകൾ മാത്രമേ ആയുള്ളൂ. ഇവരുടെ സെൻട്രി പെട്ടെന്ന് മരിക്കാൻ നേരത്ത് എനിക്ക് ആ ഒരു എംബ്ലം കിട്ടിയ ഞാൻ ഇവിടേക്ക് വരികയും ചെയ്തു. അതൊന്നുമില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് ഇനി സേഫ്ലി നമുക്ക് സഞ്ചരിക്കാൻ പറ്റത്തില്ലെന്നാണ്. അല്ല, സെർസിയുടെ എംബ്ലം റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നമില്ലല്ലോ. പക്ഷേ എങ്കിലും ഈ ഒരു മിഷന്റെ സക്സസ് റേറ്റ് എന്റെ മുതത്തിലേ ഉള്ളത്. എന്തായാലും നമ്മൾ ഒറ്റ ടീം മാത്രമല്ല, കുറച്ച് പേരുണ്ടല്ലോ. പക്ഷേ അവരെന്തെങ്കിലും ഏതെങ്കിലും റൂട്ട് സെക്യൂർ ചെയ്ത് കാണുമോ? ആ സമയത്ത് അവർക്കൊരു ഉത്തരമില്ലായിരുന്നു. ശരിയാണ്, ആ കൂട്ടത്തിൽ ഞങ്ങൾക്ക് മാത്രമേ ചെറുതായിട്ടെങ്കിലും സക്സീഡ് ചെയ്യാൻ ഒരു ചാൻസ് എങ്കിലും ഉള്ളൂ. ഈ ഒരു എംബ്ലത്തിന്റെ എക്സ്പീരിയൻസ് കുറവാണ്, പക്ഷേ അത് ഞങ്ങൾക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെ തരുന്നുണ്ട്. എന്തായാലും ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരു ദിവസത്തേക്ക് എന്നോടൊന്നും പറഞ്ഞേക്കല്ലേ. അതിനുശേഷം അവളത് ആക്ടിവേറ്റ് ചെയ്തു. എന്നിട്ട് അവളുടെ മൈൻഡിനെ അവളുടെ ബോഡിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് ഒരു ട്രൂ സെൻസ് എന്ന രീതിയിൽ, അതായത് ഒരു എലമെന്ററി പാർട്ടിക്കിൾസിന്റെ മാനിപ്പുലേഷൻ ചെയ്തുകൊണ്ട് അവൾ ആ കാടിന്റെ ഉള്ളിലേക്ക് സഞ്ചരിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അവൾ ഒരു സ്ഥലം കണ്ടുപിടിക്കുകയും ചെയ്തു. പെട്ടെന്നാണ് അവൾ തിരിച്ചവളുടെ ശരീരത്തിലേക്ക് വന്നത്. സിർസി, എന്തുപറ്റി? എന്തെങ്കിലും? കിങ്ഡം എന്തായാലും അടുത്തൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അടുത്ത് ഞാൻ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ശരിക്കും മാന ഫ്ലക്ച്വേഷൻസ് ഉണ്ട്. ഒരു ദിവസത്തെ യാത്ര മാത്രമേ ഉള്ളൂ. അപ്പോ അതൊരു ടൗൺ അല്ലെങ്കിൽ സെറ്റിൽമെന്റ് ആണല്ലേ. എങ്ങനെ നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ? അപ്പൊ നമ്മൾ വന്നത് വെറുതെ ആയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇതാണ് മിൽവി ബ്ലഡിന്റെ ഒരു മെമ്മറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്ത്. ഇത്രയും നാൾ എനിക്കത് തോന്നിയില്ലായിരുന്നു. ഫെയിൻ വേണ്ട. ആ സമയത്താണ് പെട്ടെന്ന് അവർ 4 പേരും അത് കേട്ട് ഞെട്ടിയത്. ആ സമയത്ത് സെർസി പറയും ചെയ്യും, 3 എൽസ് അവരിവിടേക്ക് വരുന്നുണ്ട്. എന്നാൽ ഇതൊന്നും അറിയാതെ നമ്മുടെ ആർത്തറും ബാക്കിയുള്ളവരും അവിടെ ഇരിക്കുമായിരുന്നു. അവൻ പറയും ചെയ്യും, ഇനി എന്തായാലും എനിക്ക് കിട്ടിയ കുറച്ചധികം ഇൻഫോർമേഷൻ ഉണ്ട്, അത് ഞാൻ ഗ്യാദർ ചെയ്തതാണ്, അതും കൂടെ ഞാൻ പറയാം. എന്നിട്ട് അവൻ അറിയുന്ന എല്ലാം തന്നെ അവിടെ പറയാനായിട്ട് തുടങ്ങി. അതായത് ആ ഒരു ആലക്രേനെ അവൻ നേരെ ഇന്റർഗേറ്റ് ചെയ്തില്ലേ, അതിനുശേഷമുള്ള കാര്യങ്ങൾ, ഈ റൂയിൻസിനെ പറ്റിയും അവരുടെ കോമ്പാറ്റ് സ്റ്റൈലിനെ പറ്റിയും എല്ലാം തന്നെ കേട്ടു. ഈ സമയത്ത് അവൻ പറയും ചെയ്യും, അപ്പോൾ നമ്മൾ ശരിക്കും ആലക്രൻ മേജസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതല്ലേ? അണ്ടർ എസ്റ്റിമേറ്റോ? അതെങ്ങനെയാണ്? സത്യം പറഞ്ഞാൽ ആ ഒരു ആലക്രൻ നാളുകൾക്ക് അവർക്കൊരു ഡിസഡ്വാൻറ്റേജ് ഉള്ളത്. നമ്മൾ സത്യം പറഞ്ഞാൽ അവർ ഓവർ എസ്റ്റിമേറ്റ് അല്ലേ ചെയ്തത്. ഞാനും എഗ്രി ചെയ്യുന്നുണ്ട്. ശരിയാണ്, അവർക്ക് ക്ലിയർ ആയുള്ള ഒരു വീക്ക്നെസ് ഉണ്ടല്ലോ, അവരുടെ ഫൈറ്റിംഗ് ടാക്ടിക്സും നമുക്കിപ്പോൾ അറിയാം. എന്നാൽ അപ്പോഴാണ് ബഹഡ് പറയുന്നത്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്രക്ക് സിമ്പിൾ ഒന്നുമല്ല. സർഫസ് ലെവലിൽ നോക്കാൻ നേരത്ത് അതൊരു വീക്ക്നെസ് ആയിട്ട് മാത്രമേ നിങ്ങൾക്ക് തോന്നിട്ടുള്ളൂ. പക്ഷേ ജനറൽ ആർത്തർ കണ്ടുപിടിച്ചത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അഡ്വാൻസ് ആയുള്ള ഒരു കാര്യം തന്നെയാണ്. അതെയോ? അതെങ്ങനെയാണ്? ഇതിൻ്റെ ഒരു സ്പെക്കുലേഷൻ ആണ്. പക്ഷേ ഈ ഒരു സിസ്റ്റം, ഈ ഒരു മാർക്സ് ഉള്ള കുറച്ചധികം മേഴ്സ് മാത്രം അവർ ഹൈപ്പർലി ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഒരു ഒറ്റ സ്പെല്ല് അല്ലെങ്കിൽ ഒരു ഒറ്റ ഇവല്യൂഷന് വേണ്ടി മാത്രമായിരിക്കും. അതുമൂലം തന്നെ ആ ഒരു സ്പെല്ല് അവർ ശരിക്കും കണ്ണിയായിരിക്കും. എന്നാൽ ഡിക്കത്തിലെ മേഴ്സ് അങ്ങനെയല്ല. വേരിയസ് ഉള്ള സ്പെല്ലിലും വേരിയസ് ഉള്ള ആർട്ടിവിഡ്സിലും മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്.
എന്നാൽ ആലക്രന്റെ മേസ് അവരുടെ ജീവിതകാലം മുഴുവൻ ഒരൊറ്റ സ്പെല്ല് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ ശരിക്കും അപകടകാരിയാണ്. 100 സ്കില്ല് മാസ്റ്റർ ചെയ്യുന്നതിനെക്കാട്ടും ഒരു സ്കില്ല് 100 തവണ മാസ്റ്റർ ചെയ്യുന്ന ഒരാളാണ് അപകടകാരി. അവർക്ക് ആ യുദ്ധത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റി എഴുതാനും സാധിക്കും, ബാക്കിയുള്ള ആലക്രൈൻ മേസിന്റെ സഹായത്തോടു കൂടി. ഈ സമയത്ത് അവർക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. അവർ കുറച്ചു നേരം അവിടെ അങ്ങനെ ഇരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ക്യാപ്റ്റൻസിൻ്റെയൊക്കെ ഈ ഒരു ഇൻഫർമേഷൻ അയക്കണം. അത് മാത്രമല്ല ഈ ഒരു മേസിനെ പറ്റി ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് മുന്നിലേക്ക് കൊടുക്കുകയും ചെയ്യണം. ആ കുഴപ്പമില്ല, ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ക്യാപ്റ്റൻസിനെ കണ്ടിരുന്നു, അവരുടെ കാര്യങ്ങൾ പറയുകയും ചെയ്തു. അപ്പോൾ പിന്നെ ആ കാര്യത്തിലും തീരുമാനമായി. എൻ്റെ എക്സ്പെക്ടേഷൻ പോലെ തന്നെയായിരുന്നു വീണ്ടും സംഭവിച്ചത്. അതായത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യത്തിൽ അവരെപ്പോഴും വഴക്കിട്ടേണ്ടിരുന്നു, തമ്മിൽ തല്ലിക്കൊണ്ടിരുന്നു. ബെഹഡ് പറഞ്ഞ കാര്യം അത് വളരെ ഡീറ്റെയിൽ ഉള്ള കാര്യമാണ്. അത് മാത്രമല്ല ബെഹഡ് മറ്റൊരു വാക്കും കൂടെ തന്നു, അതായത് ഇനി എന്തായാലും ഡാർക്ക് കിങ്ഡം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന്. പക്ഷേ ആലക്രൈൻ മേസ് ഓൾറെഡി തന്നെ ആ ടണൽ യൂസ് ചെയ്തിരുന്നു. ഡാർവിന്റെ സാപ്പിന്റെ ബോർഡിലേക്ക് അവർ കാലെടുത്ത് വെക്കുകയും ചെയ്തു. ആലക്രന്റെ ഷിപ്പ് ഇപ്പം എന്തായാലും വെസ്റ്റേൺ ഷോഴ്സിലേക്ക് എത്താറുമായിട്ടുണ്ട്. സാപ്പിയൻസിന്റെ ടെൽമോറും എസ്നൊക്കെ നന്നായിട്ട് തന്നെ അവിടെ ഒരു വാൾ ബിൽഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്, അത് ഡിഫെൻഡ് ചെയ്യാനായിട്ട്. പക്ഷേ അതത്ര. എന്നാൽ അൾഡീൻ എൽനിയോറിന് വേണ്ടി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. അത് റീസെന്റ് ആയിട്ട് എൽഫ് ടെറിട്ടറിയിലേക്ക് ഈ ഒരു ബീസ്റ്റ് ഗ്ലേഡീസ് നിന്ന് ആൾക്കാർ വരുന്നതുകൊണ്ട് ഒരു സ്പെഷ്യലൈസ്ഡ് ട്രൂപ്പിനെ അവിടേക്ക് അയക്കാമെന്ന്. അതിനുവേണ്ടി ഒന്നെങ്കിൽ എൽഡർ ക്യാമസിനെ അല്ലെങ്കിൽ ആയനെ അവിടേക്ക് അയക്കാൻ തീരുമാനിച്ചു. ആ ഒരു യൂണിറ്റും അവിടേക്ക് അയക്കുകയും ചെയ്തു. ഇത് സത്യം പറഞ്ഞാൽ ടെമ്പററി ഉള്ള ഒരു സൊല്യൂഷൻ മാത്രമാണ്. ലോർഡ് അൽനിയറും ആശ്വാസും നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത് പോലെ. സത്യം പറയുവാണെങ്കിൽ എനിക്ക് അതിനെപ്പറ്റിയും ഒരു കാര്യം എല്ലാവരോടും പറയാനുണ്ട്. എന്ത്? നീ എന്താണ് പറഞ്ഞത്? അതിനർത്ഥം നമ്മളിവിടെ ഒറ്റക്കായെന്നാണോ? അവര് സക്സസ് ചെയ്തില്ലേ? അത്രയും സ്ട്രോങ് ആയുള്ളവർ പോലും അത് സക്സസ് ചെയ്തില്ലേ? അല്ല, എന്തൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്? അവര് എക്സ്പീരിയൻസ് അല്ല, അഗ്രോണ മെസ്സേജിലൂടെ നിനക്ക് മറ്റെന്തൊക്കെയാണ് പറഞ്ഞു തന്നത്? അതിലുപരി അഗ്രോണ എങ്ങനെയാണ് നിനക്ക് ആ മെസ്സേജ് പാസ് ചെയ്തത് ആർത്തർ? ഞാൻ പിടിച്ചൊരു സോൾജിയറിന്റെ മേത്ത് അഗ്രോണ ടെമ്പററി ആയിട്ട് പൊസസ് ചെയ്യുന്നു. പക്ഷേ സിൽവിയാണെന്ന് അവർക്ക് ആർക്കും തന്നെ അറിഞ്ഞൂടാ. സിൽവിയാണെന്ന് പറയുന്നത് ഒട്ടും നല്ലതല്ല. കാര്യം സത്യം പറഞ്ഞാൽ അവർക്കായിരുന്നു അതൊരു ലിവറേജ് ആയിട്ട് കിട്ടിയത്. അത് ഫെയിൽഡ് ആയിട്ടൊരു അസാൾട്ട് ആയിരുന്നു തന്നെ. എപ്പിയോസിലുള്ള എല്ലാ കണക്ഷൻസും അവർ കട്ട് ചെയ്യാനായിട്ട് നിർബന്ധിച്ചു. അപ്പോൾ പിന്നെ വെറുതെ അല്ല ഈ റിട്ടേണേഴ്സിനെ തന്നെയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവരവരുടെ സ്ട്രോങ്ങസ്റ്റ് സോൾജേഴ്സിനെ എല്ലാം തന്നെ ആലക്രയിൽ വെച്ചിരിക്കുകയാണ്. കാര്യം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ. പക്ഷേ എങ്കിലും മറ്റൊരു വലിയ ചോദ്യം തന്നെയുണ്ടല്ലോ, ഇനി ഡിക്കത്തിന് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അതിന് ആർക്കും തന്നെ ഒരു ഉത്തരമില്ലായിരുന്നു. ആലക്രൻസ് അവരുടെ ഗേറ്റ്സ് എല്ലാം ഇപ്പോൾ ഒരു ബീസ്റ്റ് ഗ്ലറി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഇനിയെങ്ങാനും റിട്ടേണേഴ്സിന്റെയും ഇവിടേക്ക് വന്നു കാണോ? കാര്യം അങ്ങനെ വരാൻ മാർഗമില്ല. കാര്യം അവിടെ ഉണ്ടായിരുന്ന എല്ലാ ടെലിപ്പോർട്ടേഷൻ ഗേറ്റും ഓൾറെഡി ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞു. അത് മാത്രമല്ല ഒരു സോൾജർ മറ്റൊരു കാര്യം വിറ്റ്നസ് ചെയ്തിരുന്നു. ആ ഒരു ബ്രോക്കൺ ആയ ടെലിപ്പോർട്ടേഷൻ ഗേറ്റിലൂടെ ഒരാൾ പുറത്തേക്ക് വന്നപ്പോൾ അത് നിമിഷ നേരം കൊണ്ടാണ് അവനെ കൊന്നു കളഞ്ഞത്. സോ ബേസിക്കലി അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അല്ല, ഇങ്ങനെയാണെങ്കിൽ വെസ്റ്റ് കോസ്റ്റിലേക്ക് കൂടുതൽ ആൾക്കാർ വരുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ വാൾസിന് അവിടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകാൻ സാധിക്കുമോ? അപ്പോൾ അവനും ഡൗട്ടായി തുടങ്ങി, വാള് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുമോ ഇല്ലയോ എന്ന്. എൻ്റെ പാസ്റ്റ് ലൈഫിൽ ഇങ്ങനൊരു സിനോറിയോ സത്യം പറഞ്ഞാൽ വരാറില്ല. 2 കൺട്രീസ് തമ്മിൽ ഫൈറ്റ് വരാൻ നേരത്ത് അതിൻ്റെ ലീഡേഴ്സാണ് ഫൈറ്റ് ചെയ്ത് അങ്ങനെ നിർത്തുന്നത്. അതൊരു പാരഗൺ ഡ്യൂൽ പോലെയായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല. ലേഡി വിറ താങ്കൾ പഠിപ്പിച്ചെന്ന പല ലെസൺസും ഇവിടെ എന്നെ ഒരു കാര്യം ചെയ്യാം, തൽക്കാലം നമുക്ക് ഇനി ഇവിടെ കൊണ്ട് നിർത്താം. നമുക്ക് റെസ്റ്റ് എടുക്കുന്നത് അത്യാവശ്യം തന്നെയാണ്. നമ്മുടെ മൈൻഡ് ക്ലിയർ ആകാതെ നമ്മളിനി സംസാരിച്ചിട്ടും കാര്യമില്ല. നമ്മളിനി മീറ്റിംഗ് രാവിലെ തുടർന്നായിരിക്കും. സോ രാവിലെ തന്നെ എല്ലാവരും ഇവിടേക്ക് എത്തുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ നേരത്ത് ഇത് സത്യം പറഞ്ഞാൽ ഒരു ബോർഡ് ഗെയിമിന്റെ സ്ട്രാറ്റജി ആയിട്ടാണ് തോന്നുന്നത്. പക്ഷേ ആ ടൈമിൽ ബഹഡ് പറയും ചെയ്യും, ഉള്ള കാര്യം പറയാലോ, ഇവിടെ കുത്തിയിരിക്കുന്നതിനെക്കാട്ടും നല്ലത് ആ ഫൈറ്റ് ചെയ്യാൻ ആ ഒരു ഫ്രണ്ട് റോസിലേക്ക് പോകുന്നതാണ്. അവിടെ പോലും ഇത്രയും ബോറടി കാണത്തില്ല. അതും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും തന്നെ പുറത്തേക്ക് പോയി. എന്നാൽ ഇതേ സമയം ആർത്തർ അവിടെ ഇരിക്കുന്നുണ്ട്. അവനൊന്നും തന്നെ മിണ്ടാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ ചുമക്കുന്ന ഈ ഒരു ഭാരം അത് എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. അതും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്.